السلام عليكم ورحمة الله وبركاته. التشديد بالضم مع مد بالواو. അറബി അക്ഷരങ്ങളുടെ കൂടെ ഷദ്ദയും ലൊമ്മും വന്നാൽ ആ അക്ഷരങ്ങൾ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്? ലൊമ്മാവുമ്പോൾ അതിൻ്റെ കൂടെ വാവ് മദ്ദാണ് വരിക. വാവ് മദ്ദും കൂടി വന്നാൽ ആ അക്ഷരങ്ങൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ സൗണ്ട് വരിക, അതെങ്ങനെയാണ് നമുക്ക് ഉച്ചരിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റത്തെ ലെറ്റർ റോ. റബ്ബു. ഇവിടെ ബാക്ക് ഷദ്ദയും ലൊമ്മും വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്? റബ്ബു. അതിനോട് കൂടെ വാവ് മദ് വന്നാൽ റബ്ബു. മിത്തു. തേക്കും ഷദ്ദയും ലൊമ്മും വന്നിട്ടുണ്ട്. മിത്തു. അതിൻ്റെ കൂടെ വാവ് മദ് വന്നാൽ മിത്തു. ബസ്സു. ബസ്സു. ഹജ്ജു. ഹജ്ജു. ഷുഹു. ഷുഹു. സഖു. സഖു. ഖുദ്ദു. ഖുദ്ദു. യസ്സു. യസ്സു. ഷർറു. ഷർറു. ഇസ്സു. ഇസ്സു. മസ്സു. മസ്സു. ഹഷു. ഹഷു. വസ്സു. വസ്സു. ഹദ്ദു. ഹദ്ദു. ഹത്തു. ഹത്തു. ഹല്ലു. ഹല്ലു. ദഉ. ദഉ. അഉ. അഉ. സ്വഫു. സ്വഫു. ഹഖു. ഹഖു. ശക്കു. ശക്കു. കുല്ലു. കുല്ലു. അമ്മു. മീമ് ഉന്നത്തിൻ്റെ അർഫാണ്. അമ്മു. അതിൻ്റെ കൂടെ വാവ് മദ് വരുമ്പോൾ അമ്മു. ലൊന്നു. നൂന് ഉന്നത്തിൻ്റെ അർഫാണ്. ലൊന്നു. അതിൻ്റെ കൂടെ വാവ് മദ് വരുമ്പോൾ ലൊന്നു. വഹു. വഹു. കവ്വു. കവ്വു. ഹയ്യു. ഹയ്യു. ഈ രീതിയിലാണ് ലൊമ്മും ശ്രദ്ധയും കൂടി വരുമ്പോൾ ആ അക്ഷരം നമ്മൾ വായിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരം ഉണ്ടെങ്കിൽ ലൈക്കിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇത്ര ചെറിയ കുട്ടികൾക്കും വലിയവർക്കും അക്ഷരങ്ങൾ മനസ്സിലാക്കാനും അതിൻ്റെ വായിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ ഉപകാരപ്പെടും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.